ഇനി നമ്മൾ പോകുന്നത് രസകരമായ ഒരു വാർത്തയിലേക്കാണ്. രസകരം എന്നതിനപ്പുറം നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു കരുത്ത് തെളിയിക്കുന്ന ഒരു വാർത്ത കൂടി എന്ന് പറയാം. നമ്മൾ സാധാരണയായി അതിക്ഷ്യോക്തി പറയാറില്ലേ, ഇനി എന്നാ മൂക്കിൽ പല്ല് കിളിച്ചിട്ടോ എന്ന്. പക്ഷേ ശരിക്കും ഇനി അത് അതിക്ഷ്യോക്തി അല്ല എന്നുള്ളതാണ്. കാരണം മൂക്കിൽ ശരിക്കും പല്ല് കിളിച്ചിരിക്കുകയാണ്. അടൂരാണ് സംഭവം. 37-കാരിയായ യുവതിക്കാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം സംഭവിച്ചിരിക്കുന്നത്. മൂക്കിൽ നിന്ന് പല്ലെന്തായാലും വിജയകരമായി അടൂർ ജനറൽ ആശുപത്രിയിൽ നീക്കം ചെയ്തിട്ടുണ്ട്. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ MR ഹരീഷാണ് 37-കാരിയുടെ മൂക്കിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ പല്ല് പുറത്തെടുത്തത്. 1 മണിക്കൂർ മാത്രമാണ് പല്ലെടുക്കാനും മറ്റ് അനുബന്ധ പരിശോധനയ്ക്കും വേണ്ടി വന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. പല്ലിന് 1 സെന്റിമീറ്ററോളം നീളമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ശസ്ത്രക്രിയ നടന്നത്. യുവതി ആരോഗ്യവതിയാണെന്നും മൂക്കിലേക്ക് പല്ല് വളർന്നു കയറുന്നത് അപൂർവമാണെന്നും ഡോക്ടർ വ്യക്തമാക്കി. അതൊരു 4 വർഷമായിട്ട് പെർസിസ്റ്റ് ചെയ്യുന്ന ഒരു സിംറ്റം ആയിരുന്നു. കുറേ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സ്മെല്ല് വരുന്ന കണ്ടീഷൻ വീണ്ടും ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിഷ്യലി നമ്മുടെ ക്ലിനിക്കൽ ഫൈൻഡിങ്സിലും മറ്റ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലയെന്ന് കണ്ടതിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു സൈനസൈറ്റിസ് ആണെന്നുള്ള ഒരു ഇനീഷ്യൽ ഡയഗ്നോസിസിൽ ട്രീറ്റ് ചെയ്ത് വിട്ടിരുന്നു. പക്ഷേ സിംറ്റം പെർസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഒരു എൻഡോസ്കോപ്പി ചെയ്യാനും CT സ്കാൻ എടുത്ത് നോക്കാനും കാരണം. അപ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് ഒരു മൂക്കിനകത്തു നിന്നൊരു CTക്കകത്തൊരു ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു. അത് പ്രകാരമാണ് അത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ തിയേറ്ററിൽ കൊണ്ടുപോയും റിമൂവ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോഴാണിത് നമുക്ക് മൂക്കിനകത്ത് പല്ല് വളർന്ന് വരുന്ന ഒരു കണ്ടീഷനാണെന്ന് മനസ്സിലാവുന്നത്. അതിൻ്റെ വീഡിയോസാണ് ഇപ്പം നമ്മളുള്ളത്. പല്ല് ആ തുടക്കത്തിലുള്ള ഭാഗം കുറച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സ്മെല്ല് ശരിക്കും പേഷ്യന് ഇത്രയും നാളും ആ സ്മെല്ലിൻ്റെ ഒരു റീസൺ അതായിരുന്നു ശരിക്കും. പിന്നീട് ആ പല്ല് ശരിക്കും താഴോട്ട് ഡിസെക്റ്റ് ചെയ്തിട്ട് ആ പല്ലിൻ്റെ കംപ്ലീറ്റ് പല്ലും റിമൂവ് ചെയ്യുകയാണ് ഉണ്ടായത്.